ഞാൻ നോക്കുമ്പോഴേ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടൊന്നും പൈസക്കാരാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മുന്നിലുള്ള ആകെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വീടും പറമ്പൊക്കെ വിറ്റിട്ട് ഒരു കമ്പനിയിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗൂഗിളല്ല, മെറ്റയല്ല, ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും ടെസ്ലയും കൂടി കൂട്ടിയാൽ കൂടെ ഇത്ര റിട്ടേൺസ് ഒരു കമ്പനി നൽകിയിട്ടില്ല കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ. അതും ഒരു ഇന്ത്യൻ കമ്പനി, അതാണ് സിയാൻ അഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. നമ്മുടെ സ്വന്തം എത്തനോൾ മിനിസ്റ്ററിൻ്റെ മകൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റും ഒരു പുതിയ എന്തെങ്കിലും ഒരു ഡീലോ ഓർഡേഴ്സ് വന്നാലും ഒന്നും പുറത്തു പോയില്ല, ഇതിന് തന്നെ കിട്ടും. ആ ഒരു പ്രോസ്പെക്ടസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ ഇത്ര കൂടി ഇപ്പോൾ ഒരു ലെവലിലെത്തി നിൽക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് കണക്ക് വേണമെങ്കിൽ കേട്ടോ. മാർച്ച് 2024 38 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഷെയറിന് സിയാൻ അഗ്രോന്റെ. അന്ന് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഷെയർ മേടിക്കുകയാണെങ്കിൽ 2025 ഒക്ടോബർ ആവുമ്പോഴേക്കും ഈ ഒരു ഷെയറിന്റെ വില എന്ന് പറയുന്നത്, ഒരു ഷെയറിന്റെ വില എന്ന് പറയുന്നത് 3633 രൂപയാണ്. അതായത് 9460% ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 1 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 1 കോടി രൂപൻ്റെ അടുത്തായി. എക്സാക്ട് പറയാൻ 96 ലക്ഷം രൂപയായി ഒരു കൊല്ലം കൊണ്ട്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ചെയ്താൽ എത്ര റിട്ടേൺസ് കിട്ടോ, ബിറ്റ് കോയിൻ ഇട്ടാൽ കിട്ടോ, ബ്ലേഡ് നടത്തിയാൽ കിട്ടോ, എന്ത് ചെയ്താലും കിട്ടും, ഒന്നും ചെയ്താലും കിട്ടില്ല. നമ്മുടെ ഗവൺമെന്റും എത്തനോൾ മിനിസ്റ്ററും രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇപ്പം എല്ലാത്തിലും എത്തനോൾ കലർത്താൻ പോകുന്നത്. 100% എത്തനോൾ അടിക്കുന്ന വണ്ടികളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ആവശ്യം വരും എത്തനോളിനെ കൊണ്ട്. പിന്നെ എൽ പി ജി ഗ്യാസിന് കുറ്റിക്ക് പകരം അതിലും എത്തനോൾ മിക്സ് ചെയ്യാൻ പോകുമെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി എത്തനോളുള്ള കുക്കിംഗ് ഗ്യാസും കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആവശ്യം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാൻ എത്തനോളിൻ്റെ. പിന്നെ പുള്ളിക്കാരോട് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. എന്ത് ചോദിച്ചാലും എന്ത് വീഡിയോ ചെയ്താലും ഇതിനെക്കുറിച്ച് മിണ്ടിയാൽ തന്നെ, പുള്ളിയുടെ പേര് പറഞ്ഞാൽ തന്നെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതേപോലെ FIR ഒക്കെ ഇടുന്നുണ്ട് ആൾക്കാർക്ക്. അല്ലാണ്ട് എനിക്ക് പേടിയായിട്ടൊന്നല്ല അവരുടെ പേരെന്ന് പറയാത്തത്, ഇത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ആസ് എ കോമൺ മാൻ നമുക്ക് ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്തരം ചില സാധനങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ. റയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതൊക്കെ. ഓൾറെഡി നമ്മൾ കുറേ ലേറ്റ് ആയി, എന്നാലും നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ വല്ല ബില്യണർമാരൊക്കെ ആയാലും ആവും.